കേരള മനസാക്ഷിയെ മരവിപ്പിച്ചതായിരുന്നു കാസർഗോഡ് പെരിയയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകം. 2 യുവാക്കളുടെ മരണത്തോടൊപ്പം ആളുകളെ വേദനിപ്പിച്ച ഒന്നാണ് ഇരുവരുടെയും പരിതാപകരമായ ജീവിതാവസ്ഥകൾ. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇരുവരും കൊല്ലപ്പെട്ടത്. തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് കൃപേഷിന്റെ മരണത്തിന് കാരണം. മാരകമായ 2 വെട്ടുകൾ ശരത്തിന്റെ മരണത്തിന് കാരണമായി. അതേസമയം മരിച്ച കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബങ്ങളുടെ അവസ്ഥയിൽ മനസ്സലിഞ്ഞ് നിരവധി ആളുകൾ അവർക്ക് സഹായം വാഗ്ദാനം ചെയ്ത് രംഗത്തെത്തിയിട്ടുമുണ്ട്. കൃപേഷിന് വീട് നിർമ്മിക്കാൻ സഹായം നൽകുമെന്ന് പലരും അറിയിച്ചപ്പോൾ സഹോദരിയുടെ വിവാഹത്തിനുള്ള ചെലവ് മുഴുവൻ തങ്ങൾ വഹിച്ചുകൊള്ളാമെന്ന വാഗ്ദാനമാണിപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മകനും മരുമകളും ചേർന്ന് നൽകിയിരിക്കുന്നത്. കാസർഗോഡ് DDC നടത്തിയ പത്രസമ്മേളനത്തിലാണ് നേതാക്കൾ ഇക്കാര്യം അറിയിച്ചത്. 2 ദിവസം മുമ്പാണ് രമേശ് ചെന്നിത്തലയുടെ മകൻ ഡോക്ടർ രോഹിത് വിവാഹിതനായത്. ശ്രീജ ബാസിയാണ് വധു. അമേരിക്കയിൽ ഡോക്ടറാണ് ശ്രീജ. രോഹിത് കൊച്ചിയിൽ ഡോക്ടറാണ്. അങ്കമാലിയിലായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സകുടുംബം വിവാഹത്തിൽ പങ്കെടുത്തത് വലിയ ചർച്ചയായിരുന്നു. ഏതായാലും ചെന്നിത്തലയുടെ മക്കളുടെ ഈ സഹായത്തിന് കൈയടിക്കുകയാണ് മലയാളികൾ. അതേസമയം ഇരട്ട കൊലപാതകത്തിൽ യുവാക്കളെ വെട്ടിയത് താനെന്ന് CPM മുൻ ലോക്കൽ കമ്മിറ്റി അംഗം A. പീതാംബരന്റെ മൊഴി. കൊല നടത്തിയത് കഞ്ചാവ് ലഹരിയിലാണെന്നും A. പീതാംബരൻ മൊഴി നൽകിയിട്ടുണ്ട്. മൊഴികൾ വിശ്വസിക്കാതെ ചോദ്യം ചെയ്യുന്ന പോലീസിനെ കുഴപ്പിച്ച പ്രതികൾ മൊഴികൾ ഒരുപോലെ ആവർത്തിക്കുകയാണ്. പ്രതികളുടെ നീക്കം അന്വേഷണത്തിന്റെ ദിശ തിരിച്ചുവിടാനുള്ള ശ്രമമാണെന്നാണ് പോലീസ് നിഗമനം. പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. പ്രതികളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇരട്ട കൊലപാതകത്തിൽ അറസ്റ്റിലായ CPM മുൻ ലോക്കൽ കമ്മിറ്റി അംഗം A. പീതാംബരനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൃത്യം നടന്ന സ്ഥലത്ത് എത്തിച്ച് തെളിവുകൾ നടത്തിയ ശേഷമാകും A. പീതാംബരനെ കാഞ്ഞങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. നിരവധി കേസിൽ പ്രതിയാണ് പീതാംബരൻ. നേരത്തെ പീതാംബരനെ ആക്രമിച്ചെന്ന കേസിൽ പ്രതികളായിരുന്നു കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത്ലാലും. കൃപേഷ് ഉൾപ്പെടെയുള്ളവരെ ക്യാമ്പസിൽ വെച്ച് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് CPM പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഈ ആക്രമണത്തിലാണ് പീതാംബരന്റെ കൈക്ക് പരിക്കേറ്റത്. ഇതിലെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് സൂചന. സംഘർഷത്തിലെ വൈരാഗ്യം മൂലം കണ്ണൂരിലെ ഒരു സംഘത്തിന് കൊട്ടേഷൻ നൽകിയാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.